വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ വികസന കാഴ്ചപ്പാടിനി നമ്മുടെ ചിന്തകളിൽ മാത്രം പരിമിതപ്പെടുത്താനാവില്ല എന്ന സൂചന ഇതിനകത്തുണ്ട്. ഡാറ്റ കയ്യിലുണ്ടെങ്കിൽ പ്ലാനിങ് എളുപ്പമാണ് എന്ന് കോർപ്പറേറ്റുകൾ ചെയ്യുന്നത് അതാണ്. ഡാറ്റ ശേഖരിക്കുക, 10 വർഷത്തിന് ശേഷം നടക്കേണ്ട കച്ചവടത്തിന് ഇപ്പോഴേ പ്ലാൻ തയ്യാറാക്കുക. അവരത് ചെയ്യുമ്പോൾ എത്തിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഒരു സർക്കാർ അത് ചെയ്യുമ്പോൾ ധാർമ്മികതയും മൂല്യങ്ങളും ഉണ്ടാകും. നമുക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ഇല്ലാതിരുന്നാൽ മാത്രം മതി. ലോകത്ത് പല രാജ്യങ്ങളും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഫലം കാണുന്നുമുണ്ട്. സിംഗപ്പൂരിലെ ഡിജിറ്റൽ ട്വിൻ, ചൈനയിലെ സിറ്റി ബ്രെയിൻ, UAE-യിലെ 3D പ്രിന്റിംഗ് ആൻഡ് നെക്സ്റ്റ് ജെൻ സിറ്റികൾ, ദുബായ് ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റിംഗ് ഓഫീസും നിർമ്മാണവും AI ഹാൻഡ്വെയർ ഉപയോഗിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു. ദുബായ് നൗ എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. ആ ആപ്പ് വഴി നിങ്ങൾക്ക് സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും AI അൽഗോരിതങ്ങൾ വഴി ഏകീകരിച്ചു കഴിഞ്ഞു. അവർ റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ അനുമതികളും പ്ലാനുകളും പരിശോധിക്കാൻ AI ഡിജിറ്റൽ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ജപ്പാൻ പറയേണ്ടതില്ല. സൊസൈറ്റി 5.0 കെട്ടിട നിർമ്മാണ മേഖലയിലെ തൊഴിലാളി ക്ഷേമം പരിഹരിക്കാൻ AI അടിസ്ഥാനമാക്കിയുള്ള ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ, എക്സ്കവേറ്ററുകൾ എന്നിവ നിർമ്മാണ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഈ സംവിധാനം. ദൈവ ഹൗസ് പോലെയുള്ള മുൻനിര കമ്പനികൾ AI ഉപയോഗിച്ച് ചുരുങ്ങിയ സ്ഥലത്ത് പരമാവധി സൗകര്യമുള്ള വീടുകളുടെ ബ്ലൂ പ്രിന്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ലണ്ടൻ ഡെവലപ്മെന്റ് ഡാറ്റാബേസ് LDD എന്ന് പറയുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ നിർമ്മാണ അനുമതികൾ നൽകുന്നതിനും AI ഡാറ്റ ഡ്രൈവൺ ഉപയോഗിക്കുന്നു. ഇതൊന്നും ഞാൻ പോയി കണ്ടതല്ല. ഈ വിവരങ്ങൾ മുഴുവൻ എനിക്ക് ലഭ്യമാക്കാൻ AI-യുടെ സഹായം തേടിയതാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായ മാലിന്യ സംസ്കരണത്തിൽ ഒരു പദ്ധതി വേണമെങ്കിലും ലോകത്ത് അതിന് ഉദാഹരണമായി ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. 30 കൊല്ലം മുമ്പ് നമ്മൾ ആലോചിച്ചിറങ്ങിയതുപോലെ ഒരിക്കൽ കൂടെ ഇറങ്ങണം. പുതിയ കാലമാണ്, പുതിയ സംവിധാനമാണ്, പുതിയ ചിന്തകളും പുതിയ ഭാവങ്ങളും പുതിയ തലമുറയുമാണ്. അന്നിറങ്ങാൻ കാണിച്ച അതേ ആർജവത്തിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മൾ ഇറങ്ങണം. അത് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ജെൻസ് കുട്ടികൾ വളരെ സ്മാർട്ടാണ്. അവരുടെ ഭാഷയിൽ അവർ പൊളിയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന പൊളിയല്ല. അവരോടൊന്ന് പറഞ്ഞാൽ മതി, 100 പദ്ധതികൾ നമ്മുടെ മുമ്പിലെത്തും. തടസ്സങ്ങൾ രാഷ്ട്രീയമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഇനിയും ഒന്നുകൂടെ വികസനം സംബന്ധിച്ച കൂടിച്ചേരൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വകുപ്പിന്റെ സ്വാഭാവികമായി ഇപ്പോഴുള്ള ചുമതല ഉള്ള ഒരാൾ എന്ന നിലക്ക് ആ ചർച്ചയിൽ മുഴുവൻ സമയവും വന്നിരിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് കൂടെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ആശയങ്ങൾ ഉണ്ടായാൽ മാത്രം മതി. അടുത്ത 30 വർഷത്തേക്ക് നമുക്ക് എന്താവണമെന്ന് ആലോചിക്കാൻ, കൂടിയിരിക്കാൻ, നമുക്കെല്ലാവർക്കും കൂടെ കൂടിയിരിക്കാൻ. പക്ഷേ എൻ്റെ പ്രിഫറൻസ് ഇതാണ്: AI ടെക്നോളജി ഉപയോഗപ്പെടുത്തി എങ്ങനെ നമ്മുടെ പദ്ധതികളെ, ആസൂത്രണങ്ങളെ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമാക്കാൻ മാറ്റാൻ കഴിയുമെന്നതാണ്. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പുതിയ തലമുറക്കുള്ള അവസരങ്ങളാണ്. അത് നൽകാൻ ജനകീയ ആസൂത്രണത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ ഓരോ പഞ്ചായത്തിനും അവരുടേതായ സ്റ്റാർട്ടപ്പ് സാധ്യതകളുണ്ട്. തിരുനെല്ലി പഞ്ചായത്തിന് ഏറ്റവും നല്ല തേനുണ്ടാക്കി ലോകത്തിൽ മാർക്കറ്റ് ചെയ്യാനാവും. ചെറുതാവാം, പക്ഷേ അതിൻ്റെ മാർക്കറ്റ് വലുതാണ്. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിക്ക് കോൾഡ് സ്റ്റോറേജ് പദ്ധതിയാവാം. അങ്ങനെ ഓരോ പഞ്ചായത്തുകളും ആലോചിച്ച് അവരുടെ സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കമിടുക. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വയം വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം. ഓരോ ഓർഗനൈസേഷനും അവരുടെ തനത് ഫണ്ട് കണ്ടെത്താൻ ആലോചന ഉണ്ടാക്കുക. അവരുടെ പ്രത്യേകത വെച്ച് അവരത് ചെയ്യുക. ജനകീയാസൂത്രണം എങ്ങനെ യുവതയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങാനായിരിക്കുന്നു. ഞങ്ങൾ എന്തിനാണ് ഇതിലൊക്കെ പങ്കാളിയാവുന്നത് എന്ന് ജെൻസ് അല്ലെങ്കിൽ ജെൻ ആൽഫ ഒക്കെ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയണം. അവർ രാഷ്ട്ര നിർമ്മാണത്തിൽ അതിൻ്റെ പ്രധാന ഭൂമികകൾ വഹിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കണ്ടതാണ് ഡൽഹിയിൽ. എന്നാൽ അത് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ മാത്രമാവരുത് അവരുടെ ഇടപെടൽ എന്നത് ഉറപ്പുവരുത്താനാണ് യഥാർത്ഥ ജനകീയ ആസൂത്രണം യുവതയിലേക്ക് എത്തണമെന്ന് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ സ്വപ്നം കണ്ട പ്രാദേശിക ഗവൺമെന്റുകൾ അതിൻ്റെ ഏത് സാധ്യത ചർച്ച ചെയ്യുന്ന വേദിയിലും ഇതുപോലെ ഒരു പ്രസംഗകനായിട്ടല്ല, കേട്ടിരിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട്, അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്നെ വിളിക്കാൻ